ഹായ് സുന്ദരീസ്, വെൽക്കം ടു അസ്വി വ്ലോഗ്സ്. എന്തൊക്കെയുണ്ട് വിശേഷം? ഇങ്ങനെ തുന്നൽ പരിപാടിയിലാണ് കേട്ടോ. കാരണം നമ്മൾ നാളെ ഗോവയ്ക്ക് പോവാണ്. രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട്. ഒന്ന് കല്യാണം ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് കോളേജിലൊന്ന് പോകണം. അവിടെ കുറച്ച് പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വലിയ ട്രിപ്പൊന്നുമല്ല, ഒരു 5 ദിവസത്തെ ഒരു ട്രിപ്പാണ്. അതിനകത്തൊരു 2-2.5 ദിവസത്തോളം നമ്മൾ കല്യാണത്തിന് അവിടുത്തെ റിസോർട്ടിലായിരിക്കും കേട്ടോ. അപ്പം എൻ്റെ വലിയച്ഛൻ്റെ മോൻ്റെ കല്യാണമാണ്. അങ്ങനെ അവരൊരു ഡെസ്റ്റിനേഷൻ വെഡിങ് എന്നുള്ള രീതിയിൽ ഗോവ സെലക്ട് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. നമുക്ക് ആസ് യൂഷ്വൽ ഞാനെല്ലാം ലാസ്റ്റ് നിമിഷമാണ്. അപ്പം ഇങ്ങനെ ഓരോ ഡ്രസ്സൊക്കെ ഇങ്ങനെ തപ്പി ഇതിനായിട്ട് പുതിയത് അങ്ങനെയൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എല്ലാം ഉള്ളതെന്ന് ഇങ്ങനെ തപ്പിത്തെരഞ്ഞെടുത്തിട്ട് നമുക്ക് കളർ തീം ഉണ്ട് താനും. ഓരോരോ തീമായിട്ട് ഹൽദി ഉണ്ട്, കോക്ടെയിൽ ഉണ്ട്, അതുപോലെ തന്നെ വെഡിങ് ഫംഗ്ഷൻ ആയിട്ടുണ്ട്. അങ്ങനെ ഒരു 3 ഫംഗ്ഷൻ മെയിൻ ആയിട്ടുണ്ട്. പിന്നെ 2 എക്സ്ട്രാ കാണാനും ഉണ്ട്. അതിന് പക്ഷെ വേറെ ഡ്രസ്സ് വേണമെന്നില്ല. പക്ഷെ എന്നാലും നമ്മൾ എടുക്കുന്നുണ്ട് കേട്ടോ. കഴിഞ്ഞ ദിവസം പോയി ഏട്ടനും ഉണ്ണിക്കൊക്കെ ഷോപ്പിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ഓൾറെഡി ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ തുന്നാനുണ്ട് മെയിനായിട്ട്, എല്ലാം ഓൾട്ടർ ചെയ്യാനായിട്ടുണ്ടായിരുന്നു. ബ്ലൗസസ് ആണെങ്കിലും ഒക്കെ ഇപ്പോൾ പെട്ടിയിലേക്ക് വെച്ചിട്ടുണ്ട്. മഞ്ഞ വെച്ചിട്ടുണ്ട്, പച്ചയാണ് കേട്ടോ. ഞാനും കുട്ടിയും ഏട്ടനും ഒക്കെ പച്ചയാണ് ഇതിന് വേണ്ടിയിട്ട്, കല്യാണത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ മുക്കുട്ടിയുടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശിച്ച ഡ്രസ്സ് ഇല്ല. അപ്പം അതുകൊണ്ട് ഞാൻ എൻ്റെ ഡ്രസ്സ് വെട്ടിയിട്ട് ശരിയാക്കാൻ പോവാണ്. കാരണം ഇമ്മക്കുട്ടിക്ക് ഇങ്ങനെ പുതിയ ഡ്രസ്സ് മേടിക്കുക, അതല്ലെങ്കിൽ ഈവൻ ഒരു ബൊട്ടിക്സിന് പറഞ്ഞ് ചെയ്യിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് നഷ്ടമാണ്. കാരണം ഇമ്മക്കുട്ടി വലുതാവുകയാണ്. അപ്പം അത് 1-2 തവണ ഇങ്ങനത്തെ ഫംഗ്ഷൻ വെയർസൊക്കെ ഇട്ട് കഴിയുമ്പോഴേക്കും പിന്നീട് അത് പിന്നെ ഉപയോഗിക്കുന്നില്ലല്ലോ. പിന്നെ വേറെ കുഞ്ഞുങ്ങൾക്ക് നമ്മളത് കൊടുക്കും. പക്ഷെ എന്നാലും കുറച്ചും കൂടി നമുക്ക് സസ്റ്റൈനബിൾ ആയിട്ട്, ഞാൻ സസ്റ്റൈനബിൾ എന്ന് പറഞ്ഞാൽ വാക്ക് ഉപയോഗിക്കുന്നത് തെറ്റാണ്. കാരണം ഞാൻ കുറേ സംഗതികൾ ഉപയോഗിക്കുന്ന ഒരാളാണ്. പക്ഷെ എന്നാലും പറ്റണ പോലെ ഇപ്പം ഞാൻ 2-3 തവണ ഇട്ടിട്ടുള്ള ഡ്രസ്സാണെങ്കിലും ഞാൻ അത് അങ്ങനെ ഉപയോഗിക്കില്ല. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈ മുക്കുട്ടി ഏകദേശം എൻ്റെ ഇത്രയൊക്കെ ആയിട്ടുണ്ട്. ബ്ലൗസൊക്കെ ആണെങ്കിലും വെട്ടാണെങ്കിലും അധികം വെട്ടി കളയേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ഓൾട്ടർ ചെയ്തെടുത്താൽ മതി. നെക്കിൻ്റെ ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. പിന്നെ ഈ മുക്കുട്ടിക്ക് എൻ്റെ കയ്യിലുള്ള ഡ്രസ്സ് ഒന്ന് ഓൾട്ടർ ചെയ്തെടുക്കാൻ വിചാരിച്ചിട്ടാണ്. അതിങ്ങനത്തെ ഇതൊക്കെ ഒന്ന് സൈഡ് അടിക്കാനും മടക്കി അടിക്കാനൊക്കെ ഉണ്ട്. സ്റ്റിച്ചിങ് ആണ് ഇപ്പോഴത്തെ മെയിൻ കാര്യം. അത് കഴിഞ്ഞിട്ട് നമുക്ക് പാക്ക് ചെയ്യണം. ഇതൊരു ക്യാൻ സ്കേർട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ കുറച്ച് നീളം കൂടുതലാണ്. അപ്പോൾ എൻ്റെ കയ്യിലുള്ള 2-3 സ്കേർട്സിനെക്കാട്ടിലും നീളം കൂടുതലുണ്ട്. അപ്പോൾ ഇത് പുറത്തിങ്ങനെ ഇറങ്ങി നിൽക്കുന്നുണ്ട്. അത് കാണാൻ ഒരു അഭംഗിയല്ലേ. അപ്പോൾ അതൊന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് ഇത് എടുക്കുന്നുണ്ട്. ഇത് ഏറ്റവും ചെറിയ ക്യാനാണ് കേട്ടോ നമ്മുടെ കയ്യിലുള്ളതിൽ. അപ്പോൾ ഇത് ഒന്ന് ഓൾട്ടർ ചെയ്തെടുത്തിട്ട് നമുക്ക് പെട്ടിയിലേക്ക് വയ്ക്കാം. ഇപ്പം ഇത് ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് തലയ്ക്ക് പ്രാന്തെടുത്ത് തുടങ്ങിയിട്ടുണ്ട്. ഫങ്ഷൻ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ 5 ഔട്ട്ഫിറ്റും ഇതും എന്താണ് ചെരുപ്പ്, എല്ലാ ആക്സസറീസ്. ഇനി കാഷ്വൽ വെയർസ് വേറെ പെട്ടിയിൽ വെക്കണം. അതികഠിനമായ ടാസ്ക്കാണ് കേട്ടോ. ഞാൻ എല്ലാ തവണയും പറയാറുള്ളത് പാക്കിങ് ചെയ്യുമ്പോൾ എനിക്ക് തീരെ പറ്റില്ല എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അത് ഇങ്ങനെ പൊന്നുംകൂടം പോലെ ഉണ്ടായിരുന്ന സ്റ്റുഡിയോ ആണ്. ഞാൻ ഈ ഒരു പാക്കിങ്ങിന് വേണ്ടി അവിടെ നിന്ന് സ്റ്റോറേജിൽ നിന്ന് കുറേ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് ഇവിടെ വെച്ച് ഈ ചെരുപ്പൊക്കെ കൊണ്ടുവന്നു. ഈ 2 ഹീൽസാണ് കൊണ്ടുപോകണം. പിന്നെ ഒരു ബൂട്ട്സ് കൊണ്ടുപോകാൻ വിചാരിക്കുന്നുണ്ട്. ഏട്ടനൊക്കെ ഓൾറെഡി പാക്ഡ് ആട്ടോ. പക്ക എല്ലാം പാക്ഡ് ആക്കിയിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. എല്ലാ തവണത്തെ പോലെ ഞാൻ ഈ ലാസ്റ്റ് നിമിഷം. അപ്പോൾ നമ്മൾ പാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ പറയാൻ പറഞ്ഞത് പിറ്റേ ദിവസം രാവിലെ എന്ന് പറയാൻ തന്നെ എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ രാത്രി തീരെ ഉറങ്ങിയിട്ടില്ല. പാക്കിങ്ങും ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പം അങ്ങനത്തെ 2 പെട്ടിയുണ്ട്. ഒന്ന് എൻ്റെ മക്കുട്ടിയുടെയും കല്യാണത്തിൻ്റെ ഇങ്ങനെ ഔട്ട്ഫിറ്റ്സും കാര്യങ്ങളും, ഒന്ന് മറ്റ് ഔട്ട്ഫിറ്റ്സും മറ്റല്ലറ ചില്ലറ സാധനങ്ങളും അങ്ങനെയൊക്കെ ആയിട്ട് കേട്ടോ. അപ്പോൾ ഇനി റെഡി ആവാം, ഇറങ്ങാം. 4 മണിയാണ് സമയം. കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല. കാറിൽ കയറി കിടന്നിട്ടാണ് ഇനി ഉറങ്ങാനായിട്ട്. അപ്പോൾ നമ്മൾ 4:30 ഇറങ്ങണം എന്ന് വിചാരിച്ചതാണ്. പക്ഷെ ഞാൻ കാരണം ലേറ്റായി. 5:30 ഇറങ്ങിയപ്പോൾ നമ്മൾ ആ കാർ ബെഡ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇമ്മൂട്ടി ഇങ്ങനെ സുഖമായിട്ട് കിടക്കാൻ പറ്റുന്നത്. പക്ഷെ എന്താ വെച്ചാൽ എനിക്ക് ഇരിക്കുമ്പോൾ ചമ്പരം പടിഞ്ഞേ ഇരിക്കാൻ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ ബാക്കിൽ ഇരിക്കുകയാണെങ്കിൽ നമുക്കങ്ങനെ കാല് താഴ്ത്തിയിട്ട് ഇരിക്കാൻ പറ്റില്ല. പിന്നെ എന്തായാലും പെട്ടികളൊക്കെ ഉണ്ടായിരുന്നു. ലഗേജ് കുറച്ചുണ്ടായിരുന്നു കേട്ടോ. 5 ദിവസത്തെ ട്രിപ്പാണ്, അതും കല്യാണമാണ്. പിന്നെ എക്സ്ട്രാ ലഗേജ് എക്സ്ട്രാ ഔട്ട്ഫിറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ പിന്നെ ഞാൻ വർക്കൗട്ട് കഴിഞ്ഞ കാരണം രാവിലെ ഹോം വർക്കൗട്ട് ജസ്റ്റ് 20-25 മിനിറ്റ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഉണ്ടായിരുന്ന കാരണം ഞാൻ വിചാരിച്ചു ഡ്രൈ ഫ്രൂട്ട്സ് കഴിക്കാം. ഡ്രൈ ഫ്രൂട്ട്സ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ കുറച്ചും കൂടി കഴിഞ്ഞിട്ടല്ലേ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് നിർത്താം.
രാവിലെ തന്നെ കുറച്ച് ദൂരം കൂടെ കവർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല. എനിക്ക് എപ്പോഴും തോന്നിയിട്ടില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം ദൂരം നമ്മൾ രാവിലെയും രാത്രി നമുക്ക് ലേറ്റ് പറ്റില്ലല്ലോ, എന്നാലും രാവിലെ കവർ ചെയ്താൽ നല്ലതാണ്. നമ്മളിതാ എത്തിയെന്ന് വെച്ചാൽ എവിടെ എത്തിയിട്ട് നമ്മൾ കഴിക്കാൻ വേണ്ടി കയറാണ്. നമ്മൾ ഒരു നല്ല ഹോട്ടലിൽ ഇങ്ങനെ തപ്പി പോവുമായിരുന്നു. റെസ്റ്റ് റൂമിൽ പോകേണ്ടതല്ലേ. നിമ്മക്കുട്ടി നീറ്റു കേട്ടോ. അച്ഛൻ വന്നിട്ട് അമ്മ പോകും, അമ്മ വന്നിട്ട് അച്ഛൻ പോകും. ബസ് ചെയ്യണ്ടേ, എങ്ങനെ ഇരുന്നാ മതിയാ. എങ്ങനെയുണ്ടായിരുന്നു കാറിലെ ഉറക്കം? ആണോ? അതെന്താ ഉണ്ടായെന്ന് അറിയോ, നമ്മള് കാറിലൊരു ബെഡ് ഇട്ടിട്ടുണ്ട്. ബെഡ് എന്ന് വെച്ചാൽ മറ്റേ കാറ്റ് ഇതാക്കിയിട്ടുള്ളതുണ്ടല്ലോ, അപ്പൊ അതിൽ ഇവക്കുട്ടി കിടക്കുകയായിരുന്നു. ഞാൻ കുറച്ചു നേരം ഉറങ്ങി, അപ്പോഴേക്കും ഇവിടെ എത്തി. ഞാൻ രാവിലെ മുതൽ ട്രൈ ചെയ്തതാ കേട്ടോ അങ്ങനെ എനിക്ക് ഉറങ്ങണം എന്നുള്ള. കാരണം എന്താ വെച്ചാൽ ഇന്നലെ രാത്രി ശരിക്കും രണ്ടര എത്ര കുറവ് ഇറങ്ങിയുള്ളൂ. ഫസ്റ്റ് 3 മണിക്കൂർ ഉറങ്ങിയിട്ടുണ്ടാവും. അയ്യോ ഞാൻ അത്രയ്ക്ക് എനിക്ക് കുറേ ജോലി ഉണ്ടായിരുന്നു. പക്ഷെ വർക്കൗട്ട് ചെയ്തിട്ട് ഇങ്ങനെ നമ്മുടെ ചാലഞ്ചിലുള്ളതാ, 21 days ചാലഞ്ചിൽ. പക്ഷെ ഇത് ബ്രേക്ക് ആണ് കണക്കാക്കരുത്, ഉറക്കല്ലേ. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇത് ബ്രേക്ക് ആയി എന്ന് പറയുന്നില്ല. അയ്യോ ബ്രേക്ക് ആയിട്ടില്ല, സമ്മതിക്കില്ല. മേളുന്നോ? ഇല്ലടാ, സ്റ്റുഡിയോയിലായിരുന്നു. 11 o'clock 12 o'clock വന്നു. 1 മണി 2 മണി വരെ എഡിറ്റ് ചെയ്തു. അപ്പൊ കുഴപ്പമില്ല. ഇന്ന് ഞാനത് ഉറങ്ങി, കാറിൽ കിടന്ന് ഉറങ്ങിയ ഉറക്കം നമ്മൾ കോമ്പൻസേറ്റ് ചെയ്യുന്നതായിരിക്കും. അറിയാവോ അമ്മ ഇന്ന് വർക്കൗട്ട് ചെയ്തറിയാവോ രാവിലെ? ഇല്ല, ഇന്നിപ്പോ കാറിലിരുന്ന് ഉറങ്ങും. ഫ്രഷ് നൈസ്. അല്ലല്ല, കഴിച്ചിട്ട് എന്നിട്ട് അവിടെ പാർക്കിൽ കളിക്കാന്. നമ്മളെങ്ങടാ പോണേ കുട്ടി? കുഞ്ഞു ഫ്രഷ് ആയിട്ടമ്മോ കൈകി ഈ കാറിലേക്ക് നമുക്ക് സ്കിൻ കെയർ ഒക്കെ ചെയ്ത് മുടിയൊക്കെ കെട്ടാം. ഓക്കെ ആണോ? അല്ല കറക്റ്റ് അത്. ചെറിയൊരു ദോശ, നല്ല വലിയ ദോശയായിരുന്നു കേട്ടോ. ശരിക്കും ഇവിടെ പൊറോട്ടയും മീൻകറി അതൊക്കെയായിരുന്നു കൂടുതലുണ്ടായിരുന്നു. എല്ലാവരും അതാ മേടിക്കണമെന്ന്. പക്ഷെ നമുക്ക് രാവിലെ തന്നെ ഇത്ര കടുത്ത നോൺ വെജ് കഴിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട്. അപ്പം ഞാൻ ബോയിൽഡ് എഗ്ഗും ദോശ കഴിച്ചു. നമ്മൾ ഫുഡ് കഴിച്ചു കേട്ടോ. ഓക്കെ ആയിരുന്നു. എന്താ ചെരുപ്പ് വേണ്ടേ? അതിനാ ഞാൻ പറഞ്ഞത് ചെരുപ്പ് ആവശ്യമില്ലാന്ന്. കുട്ടിയപ്പോ കുറച്ചേരം കളിക്കട്ടെ എന്ന് പറഞ്ഞു. അതുപോലെ കളിക്കട്ടെ വിചാരിച്ചു. 5 minutes കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിനി യാത്ര തുടരാം. ഇപ്പൊ എവിടെ എത്തിടാ ഉണ്ണി? ഇപ്പൊ എവിടെ എത്തി? ചേനായി. ഒന്നിച്ചെവിടെയാ? തേഞ്ഞിപ്പാലം അത്ര അറിയില്ല കേട്ടോ. അപ്പൊ ഇനി കയറി എനിക്ക് ഉറങ്ങിയാൽ കൊള്ളാന്നുണ്ട്. കുട്ടി ഇനി ഉറങ്ങില്ലായിരിക്കും, പക്ഷെ ഞാൻ ഉറങ്ങണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇന്നലെ രാത്രി ഉറക്കം എനിക്ക് ഇങ്ങനെയെങ്കിലും ഒന്ന് കോമ്പൻസേറ്റ് ചെയ്തെടുക്കണം. ഇതാണ് കേട്ടോ നമ്മൾ പറഞ്ഞ ബെഡ്. ഇതിന് താഴെ സ്റ്റേബിൾ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഒരു ഫ്ലഫി ആയിട്ടുള്ള ഒരു സാധനം കൂടി ഉണ്ട്, എയർ നിറച്ചിട്ടുള്ളത്. പക്ഷെ അത് നമ്മൾ എടുത്തു, കാരണം ഇതിന്റെ താഴെ നമ്മൾ പെട്ടി വെച്ചിട്ടുണ്ട്. അല്ലേ കുട്ടി? അപ്പം നമുക്കിനി സ്കിൻ കെയർ ചെയ്യാം. ഞാൻ ഏതോ ഒരു പൊട്ടൽ ലിബാമാണ് ഇട്ടിട്ടുള്ളത്. അതിൻ്റെ കളർ കണ്ടോ? ഒട്ടും ചേരാത്തൊരു കളർ. എന്തായാലും നമ്മൾ ഫസ്റ്റ് ഐ ക്രീം അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇത് 3 ഞാൻ എടുത്തിട്ടുള്ളൂ. ഐ ക്രീം എടുത്തിട്ടുണ്ട്, സൺസ്ക്രീൻ എടുത്തിട്ടുണ്ട്, സൺസ്ക്രീൻ സ്റ്റിക്കും എടുത്തിട്ടുണ്ട്, അതേപോലെ സൺസ്ക്രീൻ ക്രീമും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ക്രീം ഞാൻ രാവിലെ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 4 മണിക്കൂർ ആയ സ്ഥിതിക്ക്
അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു എന്താ സ്റ്റിക്കും നമുക്ക് അപ്ലൈ ചെയ്യാം, സ്റ്റിക്ക് വെച്ച് അപ്ലൈ ചെയ്യാം, റീ ആപ്ലിക്കേഷൻ ചെയ്യാമെന്നുള്ളത്. ആദ്യത്തെ ദിവസമൊക്കെ ഭയങ്കര ഉത്സാഹം കേട്ടോ. രണ്ടാമത്തെ മൂന്നാമത്തെ ദിവസമൊക്കെ ആകുമ്പോഴേക്കും ഈ ഉത്സാഹമൊക്കെ അങ്ങോട്ട് പോകും സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാനുള്ളത്. പക്ഷേ ഇന്നാലും ഞാൻ അപ്ലൈ ചെയ്തു. എന്നിട്ട് നമുക്കിനി കിടക്കാം. കിടക്കാനായിരുന്നു ഈ പ്രഹസനമൊക്കെ. എന്തായാലും ഇനി കുറച്ച് നേരം ഉറങ്ങാൻ നോക്കാം. അപ്പം ഇപ്പോൾ ഞാൻ ഉറങ്ങിയിട്ടോ. കുറച്ച് നേരം എടുത്ത് ഉറങ്ങാനായിട്ട്. എനിക്ക് കാറിൽ കിടന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ട് കിടന്നു കഴിഞ്ഞാൽ ഭയങ്കര പാടാ. അതെല്ലാം തന്നെ ഉറക്കം വന്നിട്ട് ഉറങ്ങുകയാണെങ്കിൽ ഉറങ്ങിപ്പോകും കേട്ടോ. അപ്പം നേരം ഉറങ്ങിയിട്ട് എനിക്ക് നല്ല ബെറ്ററായിട്ട് തോന്നുന്നുണ്ട്. സമയം ഇപ്പം 11 മണി. ഇപ്പം എൻ്റെ അടുത്ത ഫുഡ് കഴിക്കാൻ നേരെ. അപ്പം അതുകൊണ്ട് തീറ്റ മാത്രമേ ഉള്ളൂ, എക്സസൈസ് കണക്കായിരുന്നു. എനിക്ക് അടുത്തൊന്നും ഞാൻ ഉറങ്ങിയിട്ടുണ്ടാവില്ല. അൺഹെൽത്തി ആയതുകൊണ്ട് ഞാൻ കഴിക്കില്ല. എന്നെ നിർബന്ധിക്കണ്ട. കണ്ടിച്ചോരില്ലാത്തത് ഇഷ്ടംപോലെ. അപ്പൊ ഞാന് ജ്യൂസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഷുഗർ ഫ്രീ. അതെ, ഐസ്. പക്ഷെ ഐസ് ഉണ്ട്, അതുകൊണ്ട് ഇത് കുട്ടിക്ക് കുടിക്കാൻ പറ്റില്ല. ഞാൻ ഉണ്ടി ഷെയർ ചെയ്ത് കുടിക്കാന്ന് വിചാരിച്ച. ഞാനിപ്പോൾ ഒന്നും കഴിക്കുന്നില്ല. കാരണം എനിക്ക് ലഞ്ച് എന്തെങ്കിലും മീൽസ് ആയിട്ടപ്പോൾ എന്തെങ്കിലും നോൺ വെജ് ഒക്കെ പറഞ്ഞ് കഴിക്കാന്നുണ്ട്. ഇപ്പൊ ഞാൻ ഇതൊന്നും ഇങ്ങനെ അൺഹെൽത്തി പോലെ അൺഹെൽത്തി എന്നൊന്നും പറയുന്നില്ല, അപമാനകരമോ ഇത്ര ടേസ്റ്റി ആയിട്ടുള്ള സാധനം തൽക്കാലത്തേക്ക് ഒഴിവാക്കിയിരിക്കുകയാണ്. ലഞ്ചിന്റെ സമയത്ത് കഴിക്കും. ഇപ്പൊ ജ്യൂസ്. ഇത് നമ്മുടെ ഐറ്റൺ അല്ല കേട്ടോ, ഇത് എസ്റ്ററാണ്. പാലക്കാട്ടത്തെ കാർ എടുത്തിട്ട് വന്നതാ. ഇതാകുമ്പോൾ കുറേ കൂടി വലുതായതുകൊണ്ട് കുറേ കൂടി കൺവീനിയൻ്റ് ആണല്ലോ ദൂരയാത്രയൊക്കെ ആകുമ്പോൾ. നമ്മുടെ നാട്ടിൽ നിന്ന് തൃശ്ശൂർ ടു ഗോവ വരെ എത്തണ്ട. പിന്നെ ഗോവയിൽ നമുക്ക് കുറച്ച് യാത്രയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊന്നും ഞാൻ ഓടിക്കില്ല കേട്ടോ. പക്ഷെ ഞാൻ ഓടിക്കുന്നത് ഞാൻ കാണിച്ചു തരാം. ഞാൻ ഫുൾ കോൺഫിഡൻ്റ് ആയിട്ട് കാറ് തന്നെ എടുത്ത് എങ്ങടെയെങ്കിലും പോയതിന് ശേഷം മാത്രമേ ഞാൻ എന്തായാലും ഒരു വീഡിയോ ആയിട്ടോ അല്ല അങ്ങനെ എന്തെങ്കിലും ഒരു ലൈക്ക് കാണിക്കുകയാണെങ്കിലും സംസാരിക്കുകയാണെങ്കിലും അങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ കേട്ടോ. ഒറ്റയ്ക്ക് ഞാൻ എടുത്ത് പോയിട്ട് അത് പെട്ടെന്ന് തന്നെ ഉണ്ടാവുന്നതാണ് എൻ്റെ വിശ്വാസം. നമുക്ക് എന്തായാലും നോക്കാം. അപ്പോൾ ഇപ്പോൾ എൻ്റെ അനിയനാണ് ഡ്രൈവ് ചെയ്യണത്. മാറി മാറി ഡ്രൈവ് ചെയ്യുക. ഇത് നിറയെ പൂക്കളുള്ള ഇതാണ് കേട്ടോ, ഒരു വീട്. എന്താ ചെടി വീടെന്നോ അങ്ങനെ എന്തോ ആണ് ഇതിൻ്റെ പേര്. നല്ല രസമായിരുന്നു. നമ്മളിപ്പോൾ കണ്ണൂർ എത്തിയിട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് കണ്ണൂരിൽ തന്നെ ലഞ്ച് കഴിക്കാൻ വിചാരിച്ചു. കണ്ണൂർ നല്ല അടിപൊളിയായിട്ടുള്ള നോൺ വെജ് ഒക്കെ കിട്ടുമല്ലോ. അപ്പൊ അതാ ഞാൻ ഇടനേരത്താണെങ്കിലും ഇവരൊക്കെ പൊറോട്ട കഴിച്ചിട്ട് ഞാൻ കഴിക്കാൻ ഞാൻ വിചാരിച്ചില്ല, ഒരു നേരം കഴിച്ചാൽ മതി എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ കൊതിച്ച് ഇങ്ങനെ കാത്തിരിക്കുകയാണ് എവിടെയാ പോണ്ടേന്ന്. നല്ല നല്ല റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് കേട്ടോ. പക്ഷെ നമുക്ക് പോണ വഴിക്ക് തന്നെ ഉള്ളതിൽ ഏതെങ്കിലും കയറുകയാണെങ്കിൽ അതാണല്ലോ എളുപ്പം എന്ന് വിചാരിച്ചിട്ടാണ്. എമ്മക്കുട്ടി ഇപ്പൊ കാർട്ടൂൺ കണ്ട് എന്റെ അനിയൻ പിന്നെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. ഞാൻ 2 മണിക്കൂർ ഉറങ്ങിയിട്ട് എനിക്ക് ഒരു ബുദ്ധിമുട്ടില്ല കേട്ടോ. നല്ല സുഖമായി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഭക്ഷണം കഴിച്ചിട്ട് കുറച്ചു നേരം കൂടി ഉറങ്ങിക്കഴിഞ്ഞാൽ നല്ല അടിപൊളിയാവും. ഞാൻ ഇപ്പൊ കുറച്ചു നേരം ഇരുന്ന് എഡിറ്റ് ഫോണിൽ തന്നെ, ഞാൻ കുറച്ച് ഫോണിലൊക്കെ എഡിറ്റ് ചെയ്യാൻ ഇങ്ങനെ പഠിച്ചു വരുന്നത്. എനിക്ക് ലാപ്ടോപ്പിൽ തന്നെ എഡിറ്റ് ചെയ്ത് ശീലം. പക്ഷെ ഇത്തവണ ഞാൻ അത് എടുത്തില്ല കേട്ടോ. ഇങ്ങനെ ഫോണിൽ ഇങ്ങനെ എഡിറ്റ് ചെയ്തൊക്കെ ഇരുന്ന് കുറച്ചാനൊക്കെ പറഞ്ഞ് അങ്ങനെ സമയം പോയി. കുട്ടി മൂലയ്ക്ക് പോയി കിടക്കാം. എടാ ഇങ്ങോട്ട് വേടാ. നമ്മള് ഫിഷ് കറി മീൽസ് ആട്ടോ ഓർഡർ ചെയ്തിട്ടുള്ളത്. ഷെയറിംഗ്. അപ്പൊ നമ്മള് സാലഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനൊരു കമൻറ്റ് കണ്ടു കേട്ടോ, കഴിവതും ബോയിൽഡ് വെജിറ്റബിൾസ് കഴിക്കാൻ. ഇങ്ങനെ റോ വെജിറ്റബിൾസിൽ നിറയെ പെസ്റ്റിസൈഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നുള്ളത് ശരിയാണ്. നമ്മൾ വീട്ടിലാകുമ്പോൾ നമ്മൾ നന്നായി കഴുകി അങ്ങനെയൊക്കെയല്ലേ എടുക്കാം. നമ്മൾ ഗോവയിലുള്ളപ്പോൾ സ്ഥിരം ലഞ്ചിന് എല്ലാ ദിവസവും സാലഡ് കഴിക്കുമായിരുന്നല്ലോ. പിന്നെ നമ്മൾ നാട്ടിൽ വന്നപ്പോഴാണ് കേട്ടോ കുറച്ച് ആ കാര്യത്തിൽ വ്യത്യാസം വന്നത്. പക്ഷേ ഇപ്പോൾ എഗെയിൻ ഞാൻ പറഞ്ഞില്ലേ ഒരു ചാലഞ്ച് പോലെ അങ്ങനെ ഒരു ഡയറ്റൊക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ എഗെയിൻ ഞാൻ ഇങ്ങനെ സാലഡും ഇതൊക്കെ കഴിക്കുന്നുണ്ട്. ലഞ്ചിൻ്റെ ഒപ്പം അല്ലെങ്കിലും മിഡ് മീലായിട്ട് സാലഡ് കഴിക്കുന്നുണ്ട്. നല്ലതാണ് കേട്ടോ. ശരിക്കും നമ്മൾ ഈ ലഞ്ചിൻ്റെ ഒപ്പം സാലഡ് കഴിക്കുകയാണെങ്കിൽ ശരിക്കും ഭയങ്കര നല്ലതാണെന്നാണ് പറയണത്. അങ്ങനെ ഇപ്പോൾ ഞാൻ മീൽസാണ് പറഞ്ഞിട്ടുള്ളത്. ചോറ് കൂട്ടാൻ ഉപ്പേരി അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ട് ഇതിൽ നിന്ന് തന്നെ ഇമ്മക്കുട്ടിയും കഴിക്കും കേട്ടോ. ഞാൻ ചോറിൻ്റെ ക്വാണ്ടിറ്റി കുറവാണ് കഴിക്കുക. പക്ഷേ ബാക്കി സാധനങ്ങളൊക്കെ ഉപ്പേരിയൊക്കെ ഞാൻ നന്നായിട്ട് കഴിക്കും. കൂട്ടാനാണെങ്കിലൊക്കെ നന്നായിട്ട് കഴിക്കും.
ഏട്ടനും ഉണ്ണിയൊക്കെ ബിരിയാണി കഴിച്ചു. ഈ നട്ടപ്പറ വെയിലത്ത് മതിയുടെ വെയിലത്ത് കളിക്കണ്ട. ഇതെവിടെ നേട്ട ഈ ചെരുപ്പ് ഇതൊന്ന് എടുത്തു കൊടുത്തോ? ഇമ്മക്കുട്ടിയുടെ മെയിൻ ചെരുപ്പ് എടുക്കാൻ മറന്നുപോയി. എന്നുവെച്ചാ മറ്റേ ഫംഗ്ഷൻ ഇടാനുള്ളതൊക്കെ ഉണ്ട്. കുഞ്ഞു മുടി കേട്ടാട്ടോ, ഫംഗ്ഷൻ ഇടാനുള്ളതുണ്ട്. പക്ഷെ അവിടെ ക്രോക്സ് എടുത്തില്ല. എന്താ പ്രശ്നം? ബ്രേക്ക് ആവോ അത്? ആണോ? ശരി, നമ്മൾ പോയാലോ? Hey Mama, when I first heard Kurkan Jeri, I thought it was the Jeri of the Kurkans. What do you mean by Jeri? I don't know. Like, where they were born. എന്താണ് കുറുക്കൻ ചേരിക്ക് ഒരു പ്രശ്നം? Nothing, I just thought that. ഓക്കെ Crazy name. Kurkan Jeri? Oh my god. പറയുന്ന ആരാ തുറപ്പാളെ? നിന്റെ പേരെന്താന്നാ പറഞ്ഞത്? ദാരിദ്ര്യം. അപ്പൊ നമ്മള് ഫുഡ് അടിച്ച് ഇനി നമ്മള് സ്ട്രെയിറ്റ് നിർത്തുന്ന എപ്പോഴായിരിക്കും? എവിടെയായിരിക്കും ഇനിയോ? ഇനി നമുക്ക് കാസർഗോഡ് കഴിഞ്ഞിട്ട് എവിടെയും. അപ്പൊ എത്ര മണിയാവും? ഒരു 3 മണി, 3-3:30. ആ, 1.5 മണിക്കൂർ ഒരു തവണയും കൂടി ഡ്രൈവർ ചേഞ്ച് ഉണ്ടാവും. മംഗലാപുരത്ത് നമുക്ക് ഹോൾട്ട് ചെയ്യാന്ന് വിചാരിക്കണം. അപ്പൊ നമുക്ക് അവിടെ സ്റ്റേ ചെയ്തിട്ട് പിറ്റേ ദിവസം ഏർലി മോർണിംഗ് നാളെ നമ്മൾ എന്തായാലും ഒരു 3:30 ഇറങ്ങാം. കാരണം പാക്ക് ചെയ്യാനൊന്നുമില്ലല്ലോ, ഇനിയിട്ടിട്ട് അങ്ങോട്ട് പോയാൽ പോരെ. ഇന്ന് ഞാൻ പറഞ്ഞായിരുന്നു 4 മണിയാകുമ്പോ എനിക്ക് 4:30 ഇറങ്ങാതെ. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഞാൻ ഓൾറെഡി പാക്ക് ചെയ്ത് വെച്ചിരുന്നു കേട്ടോ. അതൊക്കെ കാറിലേക്ക് ആക്കാനായിട്ട് ഇച്ചിരി താമസം എടുത്തു. അതിനാണ് ഇവരിങ്ങനെ പറയുന്നത്. എനിക്ക് കുറെ സാധനങ്ങൾ പാക്ക് ചെയ്യാറുണ്ടായിരുന്നു. ഈ മക്കളുടെ കല്യാണത്തിനൊക്കെ പോകുമ്പോ നമുക്ക് മനസ്സിലാക്കാവുന്ന എത്ര ലഗേജ് ഉണ്ടാവും അല്ലേ? എന്താ എത്ര ലഗേജും അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ ഇത് കഷ്ടപ്പെട്ട മാനേജ് ചെയ്തത്. അപ്പൊ അതാണ് ഇവര് കളിയാക്കണം. പിന്നല്ലേ, ഇത് ആമസോണിലുള്ള ഗ്ലാസ്സസ് ആണ്. ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഏട്ടാ ഇത് നോക്കോ, വീഡിയോ എടുക്കോ? എടുക്കാൻ പറയുമോ? ഈ തൊപ്പി മാറ്റാല്ലേ, അല്ലെങ്കിൽ എന്നെ കാണില്ല. ഏട്ടന്റെ തൊപ്പി കേട്ടോ. എന്റെ മറ്റു വേറെ വലിയ തൊപ്പി എടുത്തിട്ടില്ല. ഇത് കണ്ടോ, ഈ കണ്ടത് ആമസോണിലുള്ളതാണ്. ഇത് നമുക്കിത് ഇങ്ങനെ ഓപ്പൺ ആക്കിയിട്ട് പിന്നെ ഇങ്ങനെ ഓപ്പൺ ആക്കിയിട്ട് ഇങ്ങനെ വെക്കാം. ഇത്തിരി വലുതാണ് എന്റെ മുഖത്തിന്. മറ്റേ സിനിമയിലത്തെ കണ്ണട പോലെ ഉണ്ടല്ലോ, മോഹൻലാലിന്റെ എല്ലാം കാണാൻ പറ്റണ കണ്ണട പോലെ. അത്ര വല്ല പക്ഷെ രസമുണ്ട് കേട്ടോ. അതെ, മുഖത്തിന്റെ ഭൂരിഭാഗം ഭാഗം കവർ ചെയ്യുന്ന കാരണം പിന്നെ അങ്ങനെ ഒരു പ്രശ്നമില്ല. ഫേസ് മാസ്കും കൂടി ഇടണേ. അപ്പൊ എന്തുണ്ടാവും? കുട്ടികളെ കാണിച്ചു കൊടുക്കൂ. ഇത് നമ്മള് ഇപ്പൊ പുതിയത് ആമസോൺ ലെൻസിൽ കാർട്ടിന്റെ മേടിച്ചതാണ് കേട്ടോ. എങ്ങനെയുണ്ട്? I love it. You love that? Is it too big for me? No, it's perfect. That's right. ഇതൊരു ഹോൾ വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. അങ്ങനെ പിന്നെ 4 മണിക്കൂർ കഴിഞ്ഞു. നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഇന്നിപ്പോൾ എന്താണെന്നറിയില്ല, ഞാൻ ഭയങ്കര ഉത്സാഹത്തോടു കൂടി ചെയ്യുന്നുണ്ട്. വീട്ടിലുള്ളപ്പോൾ ഒരു തവണ പോലും ഞാൻ അപ്ലൈ ചെയ്യാറില്ല കേട്ടോ. പക്ഷെ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നല്ലതാണ്, നമ്മുടെ സ്കിന്നിന് ഭയങ്കര നല്ലതാണ്. വെച്ചാൽ അത്ര പെട്ടെന്ന് ചുളിവുകളൊന്നും വരില്ല എന്നാണ് പറയണത്. ഇമ്മക്കുട്ടി ഉറങ്ങിയിട്ടോ, ഇടയിൽ ഏട്ടനും ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കുറച്ച് നേരം. അങ്ങനെ ഇപ്പം എന്തായാലും നമ്മുടെ നാട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒന്നും കൂടി സുഖമാണ്. പെട്ടെന്ന് എത്തും നമ്മുടെ നാട് കടക്കണ വരെ ഇങ്ങനെ ഒന്ന് പതുക്കെ, എസ്പെഷ്യലി പകൽ സമയത്തൊക്കെ ഇത്തിരി ടഫാണ്. അങ്ങനെ പിന്നെ ഞങ്ങളിങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോകുന്നു. ഉണ്ണിയും ഉണ്ടല്ലോ പിന്നെ. അങ്ങനെ നമ്മൾ ബാംഗ്ലൂർ മോളിൻ്റെ പേര്
സിറ്റി സെന്റർ, തൃശ്ശൂരുള്ള സിറ്റി സെന്ററിൽ അതുപോലൊരു മോളിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. Yes, food mall. I'm so ഇപ്പൊ ടീ ടൈം. നമ്മള് ജ്യൂസ് കുടിക്കില്ല ബേബി? I'm also really ഹംഗ്രി ആണോ? അപ്പൊ പിന്നെ എന്തെങ്കിലും കഴിക്കാം. like നേരത്തെ എന്തെങ്കിലും. അത് കഴിഞ്ഞിട്ട് നമുക്ക് മാംഗ്ലൂർ എവിടെയെങ്കിലും സ്റ്റേ ചെയ്യാം. എന്നിട്ട് നമുക്ക് ഡിന്നർ കഴിക്കാം. അപ്പോൾ നമ്മൾ മോളിൽ ഫസ്റ്റ് തന്നെ ഇത് എന്തെങ്കിലും ഇടനേരത്തെ എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഇമ്മക്കുട്ടി ആ പടത്തിൻ്റെ ഉള്ളിൽ കൂടെ വഴി കണ്ടുപിടിക്കുക അല്ലേ ഇമ്മക്കുട്ടി? അമേസ്ഡോ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് ഇമ്മക്കുട്ടിക്ക് ഒരു ചെരുപ്പ് മേടിക്കണം. ഇത്ര നേരം ഏട്ടൻ എടുത്തുകൊണ്ട് നടക്കായിരുന്നു, ചെരുപ്പില്ലാത്ത കാരണം, ചെരുപ്പ് മറന്ന കാരണം. ഇനി കാറിൽ നമ്മൾ സ്ഥിരമായിട്ടൊരു ചെരുപ്പ് വെക്കുന്നതായിരിക്കും. not my fault. ഓ മാൻ, അത് ഇനി അമ്മ സോൾവ് ചെയ്യാം. The camel is not going to the water. The water is coming to the camel. Oh, great. ഇമ്മക്കുട്ടി എന്താടാ കഴിച്ച? സാൻഡ്വിച്ച് അല്ലേ? പിന്നെ അനിയൻ ലെമൺ ടീ, ഏട്ടൻ സാധാരണ ടീ, ഞാൻ ഓറഞ്ച് ജ്യൂസ് വിത്ത് നോ ഷുഗർ അല്ലേ ഇമ്മക്കുട്ടി? പിന്നെ ചിക്കൻ. I have orange juice without ice. സ്പൈസി ആണോ? ടേസ്റ്റി ആണോ? Super good. If you come to Bangalore, sorry, what's the name? നാരായണ വിലാസ്. നാരായണ വിലാസ് പ്യുവർ വെജിറ്റേറിയൻ. Savory na. അത് കന്നഡയിലെ നാരായണ വിലാസ്, ഇംഗ്ലീഷിൽ സേവ്. സേവരിയിലേക്ക് വരും ട്ടോ. ഞാൻ എന്തിനാണ് ഇത്ര കഷ്ടപ്പെട്ട് സ്പൂണും ഫോർക്കും ഒക്കെ വെച്ചിട്ട് ചിക്കൻ കഴിക്കണേന്ന് എനിക്ക് തന്നെ മനസ്സിലാവുന്നില്ല കേട്ടോ. കൈ പിന്നെ ഭയങ്കര കാര്യമായിട്ട് കഴുകാനുള്ള മടി കൊണ്ടായിരിക്കും. അല്ലെങ്കിൽ ഞാൻ കൈ കൊണ്ടൊക്കെയാണ് കഴിക്കാറ്. എന്നാലും നല്ല ചിക്കനായിരുന്നു. കഴിച്ചു കഴിഞ്ഞോ? കഴിച്ചു കഴിഞ്ഞിട്ട് വാഷ് ചെയ്യണ്ടേ? നമ്മളെപ്പോഴും കഴിച്ചു കഴിഞ്ഞ് വാഷ് ചെയ്യണം. കൂടാനുക്കൽ വരും. ആര് വരും? കൂടാനുക്കൽ. ഇനി നമുക്ക് ചെരുപ്പിന്റെ കാര്യം നോക്കാം അല്ലേ മൂ? ഉണ്ണിക്കും വേണം കേട്ടോ ചെരുപ്പ്. അവനും കല്യാണത്തിന് ഇടാനുള്ള ചെരുപ്പ് എടുത്തിട്ടില്ല. അപ്പോൾ അവനും ചെരുപ്പ് മേടിക്കണം. ഇമ്മക്കുട്ടിക്ക് ഇങ്ങനെ മാക്സ് നെറ്റുള്ള ചെരുപ്പ് മേടിക്കാം അങ്ങനെ വിചാരിച്ചിട്ടേ. അപ്പോൾ ഇവിടെ എന്തൊക്കെയോ സെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. നൈക്കയുടെ സ്റ്റോളുണ്ട്. ഇത് നമുക്ക് ആവത് ഉണ്ടായിരുന്നില്ല ഇതൊക്കെ കറങ്ങി നടന്ന് നോക്കാൻ. എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും ഹോട്ടലൊന്നും എത്തി ഉറങ്ങിയാൽ മതി എന്നുണ്ടായിരുന്നു. എനിക്ക് പ്രത്യേകിച്ച് നല്ല ഉറക്ക ക്ഷീണം ഉണ്ടായിരുന്നു കേട്ടോ. അതെ, ഇത്രയധികം സ്ലീപ്പ് ചെയ്ത കാരണം ഹെക്ടിക് ആയിരുന്നല്ലേ. അങ്ങനെ നമ്മൾ അങ്ങനെ നമ്മൾ മാക്സിലെത്തി കേട്ടോ. മാക്സിൽ നമ്മൾ 2-3 ഷൂസൊക്കെ ട്രൈ ചെയ്തു. എന്നിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടത് ഈ പേർപ്പിളാണ് അല്ലേ. അതാകുമ്പോൾ ഇടാനും ഊരാനൊക്കെ എളുപ്പമുണ്ട്, കുറേ ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും. ക്രോക്സ് അല്ല, ക്രോക്സ് ഉണ്ട് കേട്ടോ ഇമ്മക്കുട്ടിക്ക്. അതാണ് നമ്മൾ വീട്ടിൽ നിന്ന് എടുക്കാൻ മറന്നത്. പിന്നെ കുറേ ബാഗൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ ചുമ്മാ നോക്കിയതാണ്, വേറെ ഒന്നും എടുത്തില്ല. ഇമ്മക്കുട്ടിക്കുള്ള ചെരുപ്പ് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് മുകളിൽ പോയിട്ട് ഉണ്ണിക്കുള്ളത് എടുക്കണം. അപ്പോൾ അതിനാണ് ഈ പോണത്. അവനുള്ള ചെരുപ്പ് എടുക്കണം. അവന് വെഡ്ഡിങ്ങിനും ഒക്കെ ഇടാൻ പറ്റിയിട്ടുള്ളതാണ്. ഇമ്മക്കുട്ടിയുടെ മുടിയുണ്ട് എന്ത് മെസ്സിയാന്ന്. അതെ. ഓ ശരി. അപ്പോൾ അവൻ്റെ ചെരുപ്പ് ഇങ്ങനെ നോക്കി നമുക്കിങ്ങനെ അവൻ്റെ സൈസ് പ്രശ്നം, ഭയങ്കര വലിയ കാല. അതാണ് കേട്ടോ, ഞങ്ങൾ സിബ്ലിങ്സാന്ന് പറഞ്ഞിട്ട് എന്തൊരു വ്യത്യാസമാണെന്നറിയോ. അവൻ്റെ ഷൂ സൈസിൽ ഏറ്റവും വലിയ ഷൂ സൈസാണ് യൂഷ്വലി കിട്ടുകയില്ല. അതേപോലെ എൻ്റെ ചെരുപ്പിൻ്റെ സൈസ് ഭയങ്കര ചെറുതാണ്. കടകളിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്രയും ചെറിയ സൈസ് എൻ്റെ കാലിൻ്റെ ചെറിയ സൈസ് കിട്ടില്ല. അതേപോലെ എൻ്റെ അനിയൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ അവൻ്റെ കാലിൻ്റെ അത്ര വലിയ സൈസ് കിട്ടൂല. ഭയങ്കര ഓപ്പോസിറ്റാണ് ഞങ്ങൾ തമ്മിൽ. അതെന്താന്ന് പറയാ, ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഫോട്ടോ എടുക്കുമ്പോൾ അവൻ്റെ വലിയ മുഖം, എൻ്റെ കുഞ്ഞു മുഖം, അങ്ങനെയായിരുന്നു. അതേ ഇമ്മക്കുട്ടി ഭയങ്കര കളിയാണ്. ഞാൻ നേരത്തെ കാണിച്ച പെട്ടി കണ്ടോ, നല്ല രസത്തിലേക്ക് കാണാൻ. അത് മേടിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ ഭയങ്കര വില, 13,000 രൂപ അതിന്.
അത് അതല്ലടാ, ഇത് കളിക്കാനുള്ളത് എന്തോ 250 രൂപയാണ്. മറ്റേ ആ പെട്ടി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ഫോട്ടോ എടുത്തിട്ട് ഏട്ടൻ അയച്ചിട്ടുണ്ടെങ്കിൽ വാലന്റൈൻസ് ഡേ ഗിഫ്റ്റ് വരുമോ. അപ്പോൾ ഏട്ടന് വാലന്റൈൻസ് ഡേ അങ്ങനെ ഒരു സംഗതി, അത് നമ്മുടെ ലൈഫിൽ ഇതുവരെ എക്സിസ്റ്റ് ചെയ്യാത്തൊരു സാധനം ആയതുകൊണ്ട് അങ്ങനെയൊക്കെ ഉണ്ടോ എന്നുള്ള രീതിക്കായിപ്പോയി. ഞാൻ പറഞ്ഞു എനിക്ക് പെട്ടി വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ. പിന്നെ ഇത് കണ്ട് 30 മിനിറ്റ്സിന് 250 റുപ്പീസാണ്. എന്തായാലും നമ്മൾ അങ്ങനെ ഫൈനലി എവിടെ എത്തി? മംഗലാപുരം എത്തി. നമ്മളൊരു ഹോട്ടലിൽ നമ്മളിവിടെ സ്റ്റേ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതെന്ന് വെച്ചാൽ പ്രോപ്പർ ടൗണിൽ തന്നെ നമുക്ക് നല്ലൊരു കാർ പാർക്കിംഗ് സ്പേസ് വേണം, ടൗണിൽ തന്നെ വേണമായിരുന്നു. അധികം ചുറ്റാനൊന്നും വയ്യ, സേഫ് ആയിരിക്കണം. അപ്പം അങ്ങനത്തെ ഒക്കെ രീതിയിൽ കുറച്ച് എക്സ്പെൻസീവ് ആയാലും സാരില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ നമ്മൾ മാംഗ്ലൂരാണ് സ്റ്റേ ചെയ്യണേന്നുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ സ്യൂട്ടില്ലേ അങ്ങനെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പൊ ഇവിടെ ഒരു സോഫ പോലെയായിരുന്നു ഉണ്ടായിരുന്നത്, അതിപ്പോ അവർ ബെഡാക്കി മാറ്റി തന്നു. പിന്നെ ഇവിടെ ഒരു കുട്ടി ഒരു വാഷ്റൂം ഉണ്ട്. പിന്നെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ആക്ച്വൽ റൂം ഇവിടെയാണ് കേട്ടോ. 2 ബെഡ് ഉണ്ട്. അതെ. പിന്നെ ഇവിടെ ബാൽക്കണി ഉണ്ട്. പക്ഷെ ഇതൊന്നും നമുക്ക് നോക്കിയിരിക്കാനുള്ള സമയവും കാര്യങ്ങളൊന്നുമില്ല. നമ്മള് എന്തെങ്കിലും ലൈറ്റ് ആയിട്ട് കഴിച്ചിട്ട് കഴിക്കണമെന്നില്ല കേട്ടോ. കിടന്നുറങ്ങി നാളെ പുലർച്ചെ എഗെയിൻ സ്റ്റാർട്ട് ചെയ്യും. പിന്നെ അതുപോലെ ഇവിടെ ഒരു വാഷ്റൂം ഉണ്ട്. വാഷ്റൂം നീറ്റാണ് കേട്ടോ. ഓക്കെ. പിന്നെ ഇവിടെ ഒരു ടേബിൾ ഇവിടെ ടൗണിൽ തന്നെയാണ്. ഇതിപ്പോ ഒരു ദിവസത്തേക്ക് 4000 റുപ്പീസ് ആവും കേട്ടോ. അപ്പൊ നമ്മളിങ്ങനെ ലോങ് ട്രാവൽ ഒക്കെയാണ്, ഒരു രാത്രിക്കൊക്കെ ഹോൾട്ട് ചെയ്യും ഇവിടെയൊക്കെ ആണെങ്കിൽ ഓക്കെ ആണ്, നീറ്റാണ്. അപ്പൊ ഇനി നമ്മള് ആദ്യം ഇമ്മക്കുട്ടിയുടെ മുടിയൊക്കെ ഒന്ന് ഈരിയൊക്കെ ഒന്ന് റെഡിയാക്കി കെട്ടിയൊക്കെ കുളിപ്പിക്കൊക്കെ വേണം. അപ്പൊ നമ്മള് ബാക്കി പരിപാടി നോക്കട്ടെ. പ്ലാനിൽ ചെറിയ മാറ്റം. നമ്മൾ പുറത്തു പോയി ഭക്ഷണം കഴിച്ച് വന്നിട്ടാവാം എന്നാ പിന്നെ കുളിയും അങ്ങനെ എല്ലാം തീർച്ചിട്ട് ഞങ്ങൾ കിടക്കാലോ അങ്ങനെ വിചാരിച്ചു. അപ്പൊ തന്നെ നമ്മൾ ഇറങ്ങി. ഞാൻ വിചാരിച്ചു കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങാന്നായിരുന്നു. ഇനി ലേറ്റ് ആവുമല്ലോ എന്ന് വിചാരിച്ചു. ഞാൻ ജസ്റ്റ് ഇമ്മക്കുട്ടിയുടെ മുടിയൊക്കെ ഒന്ന് ഈരി സിറമൊക്കെ ഇട്ട് കെട്ടിയൊക്കെ കൊടുത്തു. അത്ര മാത്രമേ ഉണ്ടായുള്ളൂ. ഭയങ്കര ഈ എണ്ണ പലഹാരത്തിന്റെ മണം. ഏട്ടനും ഉണ്ണിക്കും എന്തെങ്കിലും കഴിക്കണം. എനിക്ക് അറിയില്ല ഞാൻ അവിടെ ചെല്ലുമ്പോ എന്റെ മനസ്സ് മാറുമെന്നുള്ളത്. ഇപ്പൊ എനിക്ക് അങ്ങനെയൊന്നും വേണമെന്നില്ല, കുട്ടിക്കൊന്നും വേണമെന്നില്ല. പക്ഷെ നമുക്ക് അവിടെ പോയതിനു ശേഷം നോക്കാം. അപ്പോൾ നമ്മൾ ഓട്ടോയിലാണ് കേട്ടോ പോണത്. കാറ് ഒക്കെ പാർക്ക് ചെയ്തൊക്കെ അവിടെ സെറ്റാക്കി വെച്ചിരിക്കുകയെങ്കിൽ അതെടുത്ത് പോകാൻ പാടാം. ഞാൻ തന്നെ പറയാം നമുക്ക് വേഗം ഓട്ടോയിൽ പോകാമെന്ന് പറഞ്ഞിട്ട്. നടക്കണമെങ്കിൽ നടക്കാം കേട്ടോ, 8 മിനിറ്റ് ദൂരേ ഉള്ളൂ. അതിന് ഇവിടെ ഒരു കോത നടക്കില്ല. നടക്കൂടാ? അയ്യോടാ, ഇനിയിപ്പോ സൈക്കിൾ ജസ്റ്റ് പോവാനിട്ടാണ്. അപ്പൊ എന്തായാലും സ്വീറ്റ്സ് കടയിൽ വന്നു. എത്ര തരം സ്വീറ്റ്സ് ആണ്. അപ്പൊ ഏട്ടന് 8. അപ്പൊ ഏട്ടന് കോളേജിൽ പോകുമ്പോ കുറച്ച് പേർക്ക് എന്തോ കൊടുക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ 2-3 സാധനങ്ങളൊക്കെ മേടിക്കാണ്ടായിരുന്നു. കുട്ടിക്ക് മൈസൂർ പാക്ക് വേണമെന്ന് പറഞ്ഞിട്ട് അത് മേടിച്ചു കേട്ടോ. അമ്മയ്ക്ക് അല്ല ബാബ ടേസ്റ്റ്. ഇവിടെ സ്വീറ്റ്സ് മാത്രമല്ല കേട്ടോ, ഇങ്ങനെ കുറേ മിക്സർ, പിന്നെ പൊക്കുവട, മുറുക്ക്, അങ്ങനെയൊക്കെ കുറേ ഉണ്ടായിരുന്നേ. പിന്നെ ഇവിടെ ബദാം മിൽക്ക് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ കോൾഡ് ബദാം മിൽക്ക്, അതുകൊണ്ട് പിന്നെ ഏട്ടനും കുടിക്കാൻ പറ്റിയില്ല. കുടിയും കുടിക്കാൻ പാടില്ലാത്തതാണ്, തണുപ്പ്. പക്ഷെ ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇവിടെ. ചിൽ ബദാം മിൽക്കും കൂടി ആയതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ഒരെണ്ണം മേടിച്ചിട്ട് ഞാനും ഉണ്ണിയും കൂടെ കുടിച്ചു. ഒരെണ്ണം മേടിച്ചിട്ട് ഇമ്മക്കുട്ടി തന്നെ കുടിച്ചാ? രണ്ടും ഉണ്ണിമാമ കുടിച്ചാ. നല്ല ബദാം മിൽക്കായിരുന്നു കേട്ടോ, ടേസ്റ്റ് ഉണ്ടായിരുന്നു. തിരിച്ചെത്തിയിട്ട് ഒരു യോഗട്ട് ഉണ്ടായിരുന്നു, അത് കഴിച്ചു നമ്മൾ.
അതും നല്ല ടേസ്റ്റാ. അങ്ങനെ നമ്മുടെ പരിപാടികളെല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോ എനിക്ക് എഡിറ്റ് ചെയ്യാനുണ്ട്. കിടക്കാൻ വെച്ചിട്ടാ നാളെ നമ്മൾ 3:30 എണീച്ചിട്ട് 4 മണിക്ക് ഇറങ്ങും അല്ലേ? അതിന് ഇമ്മു എനിക്കുന്നില്ലല്ലോ. ഒക്കെ ഇമ്മക്കുട്ടി ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ കിടക്കണത്. 4 മണിക്കെങ്കിലും ഇറങ്ങിയാലേ നമ്മള് 11 മണിക്ക് കോളേജിലെത്തും. നമുക്ക് കോളേജിൽ പോകേണ്ട ഒരു ആശയമുണ്ട്. അങ്ങനെ അവിടെ ഒരു കുറച്ച് നേരത്തെ പരിപാടി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഏത് കോളേജ്? ഏതായിരിക്കും? അച്ഛന്റെ കോളേജ്. അപ്പൊ അങ്ങനെ വിചാരിച്ചതിനെക്കാട്ടിലും ഭയങ്കര സ്മൂത്ത് ആയിരുന്നു യാത്രയൊക്കെ. ഞാൻ ഹൊറിബിൾ ആവുന്ന പ്രതീക്ഷ അറിയാതെ അതെ. ഇമ്മക്കുട്ടിയും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. സർപ്രൈസിംഗ്ലി ഒരു തവണ പോലും വൊമിറ്റ് ചെയ്യാൻ തോന്നി അങ്ങനത്തെ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല. ഫുഡും എല്ലാം നല്ലതായിരുന്നു. I try to eat healthy. What about you guys? We always eat healthy. So അതിലേക്ക് നമ്മളിനി കൂടുതൽ കിടക്കുന്നില്ല. പിന്നെ ഇനി എഡിറ്റ് ചെയ്തിട്ട് നമ്മള് കിടക്കുക കേട്ടോ. കുഞ്ഞുണ്ണി ഇത് ഊരി വെക്കാം കേട്ടോ. കിടക്കുമ്പോ നാളെ രാവിലെ മുടി കെട്ടിത്തരാം. ഇമ്മക്കുട്ടിയുടെ ഈ മുടി ഒന്ന് വളർത്തിയെടുത്തിട്ട് വേണം നമുക്കിനി നെക്സ്റ്റ് ഹെയർ കട്ട് നോക്കാം അല്ലേ? അപ്പൊ ഇത്രയല്ലോ. എല്ലാവർക്കും ഈ ഒരു യാത്ര ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണു. നമുക്കിനി നാളെ ഇനിയും യാത്രയാണ്. അത് കഴിഞ്ഞ പിന്നെ കല്യാണം ഉണ്ട്. അങ്ങനെ കുറച്ചധികം പരിപാടികളുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞില്ല അല്ലെ. അപ്പൊ ബേസിക്കലി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്റെ കസിന്റെ ഞാൻ പറഞ്ഞു ശരിയാണ്, കസിന്റെ കല്യാണത്തിന് വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. പിന്നെ അതിന്റെ ഒപ്പം എന്റെ കുറച്ച് ആവശ്യങ്ങൾ ഉണ്ട് കോളേജിൽ ചെയ്യാനുള്ളത്. അപ്പൊ അതും ചെയ്യാണ്ട് ഞാൻ ചേരാനൊന്നല്ല കേട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവിടെ ഇല്ല താമസിച്ചിരുന്നു ഇത്ര നാള്. അപ്പൊ എന്റെ കുറച്ച് ഒഫീഷ്യൽ കാര്യങ്ങളും ലീഗൽ കാര്യങ്ങളൊക്കെ അവിടുത്തെ പേരിലും കാര്യങ്ങളൊക്കെയാണ്. അതൊക്കെ എനിക്കൊന്ന് മാറ്റണം. എന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കണം. അതാണ്. What will I do? You sit. Where? You sit with me, dude. Okay, ശരി. Good night. Love you. Bye. നാളെ കാണാം.